ഹലോ ഡിയേഴ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? ഇന്നലെ ഞങ്ങൾ സമ്മയിൽ കാസിൽ കാണാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ ഇതിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ എൻ്റെ കുറച്ച് വിശേഷങ്ങളും ഞാൻ പറയാം. ഞാൻ എൻ്റെ പാരൻസിൻ്റെ സിംഗിൾ ചൈൽഡായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഒരുപാട് ലാളന അങ്ങനെയൊക്കെ ആയിരിക്കും എല്ലാവരും പ്രതീക്ഷിക്കുക. ഒരുപാട് അങ്ങോട്ട് ഫ്രീഡോ അല്ലെങ്കിൽ ലാളനയോ ഒന്നും രണ്ടുപേരും അങ്ങനെ തരാറില്ല. പക്ഷേ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എനിക്ക് കൊഞ്ചൽ കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഒറ്റപുത്രി ആയതിൻ്റെ ചില കുരുത്തക്കേട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാവരുമായിട്ട് അങ്ങ് അടുക്കില്ല. എനിക്ക് ഒരുപാട് റിലേറ്റീവ്സിൻ്റെ ഇടയിലിരിക്കുക, അല്ലെങ്കിൽ ഒരുപാട് പേരായിട്ട് മിങ്കിൾ ചെയ്യുക, കുറേ സമയത്തിന് മിങ്കിൾ ചെയ്യുക, അതൊന്നും എന്നെക്കൊണ്ട് പറ്റുന്നൊരു കാര്യമല്ല. എനിക്ക് കുറച്ച് ന്യൂക്ലിയർ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ ഇരിക്കാനാണ് ഇഷ്ടം. ഞാൻ, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, ആ ഒരു അറ്റ്മോസ്ഫിയർ മാത്രമേ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാറുള്ളൂ. പലപ്പോഴും അത് ശരിയാണ് എന്നും തോന്നിയിട്ടുണ്ട്. കാരണം ഒരുപാട് പേര് നമുക്ക് ചുറ്റും ഉണ്ടാകുമ്പോൾ പല പല അഭിപ്രായങ്ങൾ വരും, പല പല ഡിസിഷൻസ് നമ്മൾ കേൾക്കേണ്ടി വരും. ഇതാവുമ്പോൾ നമ്മളുടെ അച്ഛനും അമ്മയും പറയുന്നത് മാത്രം നമ്മൾ കേട്ടാൽ മതി അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ഇരിക്കാനായിരുന്നു ഇഷ്ടം. ഇപ്പോഴും കല്യാണം കഴിഞ്ഞപ്പോഴും എനിക്ക് ഞാൻ, ഹസ്ബൻഡ്, മോൻ, അതിൻ്റെ ഇടയിലേക്ക് വേറൊരാൾ നമ്മളുടെ കാര്യം ഇടപെട്ടുകൊണ്ട് വരുന്നതോ അല്ലെങ്കിൽ അതിനുള്ള അഭിപ്രായം പറയുന്നതോ കേൾക്കുന്നത് എനിക്കിഷ്ടമല്ല. അത് എൻ്റെ സ്വഭാവത്തിൻ്റെ ഒരു ദൂഷ്യവശം തന്നെ വേണമെങ്കിൽ പറയാം. എൻ്റെ ചെറുപ്പകാലം മൊത്തം നോർത്ത് ഇന്ത്യയിലെ ഹരിയാനയിലായിരുന്നു കേട്ടോ. നാട് പാലക്കാടാണെങ്കിലും ഒരു 15 ദിവസത്തിനോ 20 ദിവസത്തിനോ വർഷത്തിലൊരിക്കലും വന്നു പോകുന്ന ഒരാളായിരുന്നു ഞാൻ. അതുകൊണ്ട് തന്നെ നാടോ അവിടുത്തെ ആഘോഷങ്ങളിലോ ഒരിക്കലും പങ്കെടുക്കാൻ എനിക്ക് പറ്റിയിട്ടുമില്ല. എനിക്ക് വെക്കേഷൻ വരുന്ന സമയത്ത് ഇവിടുത്തെ എല്ലാ ആഘോഷങ്ങളും കഴിഞ്ഞിട്ടുണ്ടാവും. നാട്ടിലേക്ക് വന്നാലും വീട്ടിലിരിക്കും, അടുത്തുള്ള റിലേറ്റീവ്സിൻ്റെ വീട്ടിലേക്കൊക്കെ പോവും. അതല്ലാണ്ട് വേറൊരു എൻഗേജ്മെൻറ്റ്സോ ഒന്നും എൻ്റെ ലൈഫിലുണ്ടായിട്ടില്ല. ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എൻ്റെ അച്ഛന് ബൈപ്പാസ് സർജറി കഴിഞ്ഞതാണെന്ന്. അതുകൊണ്ട് തന്നെ പലപ്പോഴും പല യാത്രകളും മാറ്റി വെക്കേണ്ടി വന്നിട്ടുണ്ട്. ഞങ്ങളങ്ങനെ പ്ലാൻ പോലും ചെയ്തിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം അച്ഛൻ്റെ ആരോഗ്യസ്ഥിതി, ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പോഴുള്ള ക്ലൈമറ്റിൻ്റെ ചേഞ്ച്, അത് അഡാപ്റ്റ് ചെയ്യാനുള്ള അച്ഛനുള്ള ബുദ്ധിമുട്ട്, എല്ലാം കാരണം കൊണ്ട് തന്നെ ഞങ്ങൾ ഞങ്ങളുടെ ആ ഒരു ആഗ്രഹം, യാത്ര എന്നുള്ളൊരാഗ്രഹം ഞങ്ങൾക്ക് പലപ്പോഴും മാറ്റി വെച്ചിട്ടുണ്ട്, ഞാനും എൻ്റെ അമ്മയും. പിന്നെ എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്നൊരു കാര്യമാണ്, ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ജീവിച്ചിട്ട് താൻ എങ്ങനെയാണോ ഈ നാടനായിട്ട് നടക്കുന്നത് എന്നോ. അവരോടൊക്കെ പറയാൻ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ഞാൻ എന്നും മലയാളിയായിട്ട് തന്നെയാണ് ജീവിച്ചിരിക്കുന്നത്. അതിന് മെയിൻ കാരണം എൻ്റെ അച്ഛനും അമ്മയും തന്നെയാണ്. ഹരിയാനയിൽ ഞങ്ങൾ താമസിച്ചിട്ടുണ്ടായിരുന്ന ഇടത്ത് വളരെ കുറവ് മലയാളികളെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ ഒരു മലയാളി സ്റ്റോറും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ കേരളത്തിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ഒരു തരത്തിലുള്ള സാധനങ്ങളും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം. ഉണ്ടായിരുന്ന മലയാളികളാണെങ്കിൽ പലരും ഹിന്ദി മാത്രം പറയുന്ന ആൾക്കാരായിരുന്നു വീട്ടിൽ. ഞങ്ങളെ അതിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഞങ്ങളെന്നും മലയാളിയായിട്ട് തന്നെയായിരുന്നു ജീവിച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്കെല്ലാം ആഘോഷമായിരുന്നു. ചെറിയ ചെറിയ ആഘോഷങ്ങൾ പോലും ഞങ്ങൾ 3 പേരുടെ ഇടയിൽ വലിയ ആഘോഷങ്ങളായിരുന്നു, സന്തോഷമായിരുന്നു. എൻ്റെ കല്യാണം കഴിഞ്ഞ് ഞാനിപ്പോൾ മസ്കറ്റിലേക്ക് വന്ന ശേഷവും അതൊക്കെ അതേപടി തുടരുന്നു. നമുക്കൊരു ജീവിതമല്ലേ ഉള്ളൂ, അതങ്ങോട്ട് ആഘോഷമാക്കണ്ടേ. ചെറിയ ചെറിയ ആഘോഷങ്ങളായാലും വലിയ വലിയ ആഘോഷങ്ങളായാലും അങ്ങ് ആഘോഷിക്കുക, അത്ര തന്നെ. എല്ലാവർക്കും നന്മ വരട്ടെ.